നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കയിൽ വാഷിംഗ്ടണിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച അപകടത്തിൽ മരിച്ച 40 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നദിയിൽ വീണത് 67 യാത്രക്കാർ. മരിച്ചവരിൽ 14 പേർ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങൾ. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. വാഷിംഗ്ടൺ DC വിമാന അപകടത്തിൽ എതിരാളികളായ ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ വിമാന സർവീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി സമീക്ഷ UK. ഇന്നുവരെ ആളില്ലാത്തത് കാരണം ഒരു സർവീസ് പോലും മുടങ്ങിയിട്ടില്ല എന്നും എയർ ഇന്ത്യയെ ഓർമ്മിപ്പിച്ച് സമീക്ഷ UK. കടുത്ത ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ലിവർപൂൾ ബിഷപ്പ് മലയാളിയായ ജോൺ പെരുമ്പളത്ത് രാജിവെച്ചു. ആരോപണങ്ങൾക്കൊടുവിൽ മുതിർന്ന വൈദികർ ഉൾപ്പെടെ രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 നവീകരണത്തിനായി അടച്ചിടും. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കുടുംബങ്ങൾ ഏപ്രിൽ മുതൽ വാർഷിക വാട്ടർ ബില്ലിൽ ശരാശരി £123 അധികം നൽകേണ്ടി വരുമെന്ന് കണക്കുകൾ. ശരാശരി വാർഷിക ബിൽ £603 ഉയരും. സിക്കിൾ സെൽ രോഗമുള്ളവർക്ക് ഒറ്റത്തവണ ജീൻ തെറാപ്പിയിലൂടെയുള്ള എക്സാസെൽ നിർണായക ചികിത്സ NHS-ൽ ഉപയോഗിക്കുന്നതിന് ആരോഗ്യവകുപ്പ് അംഗീകാരം. യൂറോപ്യൻ രാജ്യങ്ങളിൽ റഷ്യ വാതക വിതരണം പുനരാരംഭിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി പോളണ്ട്. കാനഡയും മെക്സിക്കോയും ശനിയാഴ്ച മുതൽ 25% വ്യാപാര താരിഫുകൾ നേരിടേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിവിധ പദ്ധതികളിൽ സർക്കാരിന് രാഷ്ട്രപതിയുടെ പ്രശംസ. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാകുംഭമേളയിൽ ഭക്തർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിൽ ചാരം വാരിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മതിയായ രേഖകളില്ലാതെ എറണാകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ചു വന്ന 27 ബംഗ്ലാദേശ് സ്വദേശികൾ പോലീസ് പിടിയിൽ. പറവൂർ മൂനമ്പം ഭാഗത്തുനിന്നാണ് ഇവരെ പിടികൂടിയത്. കൊച്ചി നഗരം കാത്തിരിക്കുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ കണക്ട് ചെയ്യുന്ന മെട്രോ 3ാം ഘട്ടത്തിന്റെ നടപടികൾ തുടങ്ങി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. വാർത്തകൾ വിശദമായി. അമേരിക്കയിൽ വാഷിംഗ്ടണിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് നദിയിൽ വീണ് 67 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ മരിച്ച 40 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ചിലരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. മരിച്ചവരിൽ 14 പേർ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളാണ്. കാൻസാസിലെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇവർ. റഷ്യൻ ഐസ് സ്കേറ്റിംഗ് പരിശീലക ദമ്പതികളായ വാഡിം നൗമോവും ഈവ്ജെനിയ ഷിപ്കോവയും അപകടത്തിൽ കൊല്ലപ്പെട്ടു. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സംഭവസ്ഥലത്തു നിന്നും കോക്പിറ്റ് വോയിസ് റെക്കോർഡും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതായി ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അറിയിച്ചു. വാഷിംഗ്ടൺ DC വിമാനാപകടത്തിൽ ഡിവേഴ്സിറ്റി, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ നയങ്ങളെയും എതിരാളികളായ ഡെമോക്രാറ്റുകളെയും കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 67 പേരുടെ മരണത്തിനിടയാക്കിയ വ്യോമഗതാഗത ദുരന്തത്തെ അപലപിച്ച പ്രസിഡന്റ് തന്റെ രാഷ്ട്രീയ ശത്രുക്കളെ ആക്രമിക്കാനാണ് വിമാനാപകടത്തെ ഉപയോഗിച്ചത്. എയർ ട്രാഫിക് കൺട്രോളിലെ നിലവാര തകർച്ചയ്ക്ക് ഡെമോക്രാറ്റുകൾ ഉത്തരവാദികളാണെന്നും ഫെഡറൽ ഏവിയേഷനിലെ വൈവിധ്യ തുല്യത നയങ്ങളാണ് ദുരന്തത്തിന് കാരണമായതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ വിമാന സർവീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി സമീക്ഷ UK. 5 ലക്ഷത്തോളം വരുന്ന UK മലയാളികളുടെ ഏക ആശ്രയമായിരുന്ന വിമാന സർവീസാണിത്. UK-യിലെ മലയാളി സമൂഹത്തിന്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് 2020 ഓഗസ്റ്റ് 28 മുതൽ ഈ റൂട്ടിൽ വിമാനം അനുവദിച്ചത്. അന്നു മുതൽ ഇന്നുവരെ ആളില്ലാത്തത് കാരണം ഒരു സർവീസ് പോലും മുടങ്ങിയിട്ടില്ല എന്നും സമീക്ഷ UK എയർ ഇന്ത്യയെ ഓർമ്മിപ്പിച്ചു. കടുത്ത ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ലിവർപൂൾ ബിഷപ്പ് മലയാളിയായ ജോൺ പെരുമ്പളത്ത് രാജിവെച്ചു. ആരോപണങ്ങൾക്കൊടുവിൽ തന്റെ കീഴിലുള്ള രൂപതയിലെ മുതിർന്ന വൈദികർ ഉൾപ്പെടെ പെരുമ്പളത്തിന്റെ രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. 2 പേരാണ് നിലവിൽ ബിഷപ്പിനെതിരെ പരസ്യമായി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിലൊന്ന് സഭയിലെ വനിതാ ബിഷപ്പിന്റേതാണ്, മറ്റൊന്ന് ചർച്ചുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ത്രീയുടെയും. ഇതേ തുടർന്നാണ് തൽസ്ഥാനത്ത് നിന്നും ബിഷപ്പ് മാറി നിൽക്കണമെന്ന ആവശ്യം മുതിർന്ന വൈദികർ അടങ്ങുന്ന സംഘം ആവശ്യപ്പെട്ടത്. രൂപതാ ഓഫീസുകളിലും കത്തീഡ്രലുകളിലും വൈദികരുമായി നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം സംഭവത്തിൽ അന്വേഷണം പൂർണ്ണമായും നടക്കുന്നതുവരെ ബിഷപ്പ് മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായം 6 മുതിർന്ന വൈദികർ ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പോലീസ് തന്നെക്കുറിച്ചുള്ള ആരോപണങ്ങളെക്കുറിച്ച്
അന്വേഷിച്ചെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്ന മറുപടിയാണ് ബിഷപ്പ് പെരുമ്പളത്ത് നൽകുന്നത്. തന്റെ ഭാഗത്തുനിന്നും തെറ്റുകൾ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 നവീകരണത്തിനായി അടച്ചിടും. 20 ദശലക്ഷം അധിക യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നവീകരണം നടക്കുന്ന സാഹചര്യത്തിൽ ടെർമിനൽ 2, പുതുതായി നിർമ്മിച്ച നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താം. 2025 നവംബറിൽ ഘട്ടം ഘട്ടമായി പദ്ധതി ആരംഭിക്കും. പ്രാരംഭഘട്ടത്തിൽ നിലവിലെ ഘടന പൊളിച്ച് പുതിയ ടെർമിനൽ നിർമ്മിക്കും. ടെർമിനൽ 1ന്റെ നവീകരണം 2029ഓടെ പൂർത്തിയാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കുടുംബങ്ങൾ ഏപ്രിൽ മുതൽ വാർഷിക വാട്ടർ ബില്ലിൽ ശരാശരി 123 പൗണ്ട് അധികം നൽകേണ്ടി വരുമെന്ന് കണക്കുകൾ. ശരാശരി വാർഷിക ബിൽ 603 പൗണ്ടായി ഉയരും. ശരാശരി ബിൽ വർധനവ് പ്രതിമാസം 40 മുതൽ 50 വരെയാകും. ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കുത്തനെയുള്ള വർധനവ് നേരിടുന്നു. വാട്ടർ ബിൽ ഉയരുമെന്ന് റെഗുലേറ്റർ ഓഫ് വാട്ട് ഡിസംബറിൽ പ്രഖ്യാപിച്ചിരുന്നു. സിക്കിൾ സെൽ രോഗമുള്ളവർക്ക് 1.65 മില്യൺ പൗണ്ടിന്റെ ഒറ്റത്തവണ ജീൻ തെറാപ്പിയിലൂടെയുള്ള എക്സാസെൽ നിർണായക ചികിത്സ NHSൽ ഉപയോഗിക്കുന്നതിന് ആരോഗ്യവകുപ്പ് അംഗീകാരം നൽകി. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിന് അനുയോജ്യവും എന്നാൽ പൊരുത്തപ്പെടുന്ന ദാതാക്കളില്ലാത്തതുമായ 50 രോഗികൾ, മുതിർന്ന കുട്ടികൾ, മുതിർന്നവർ എന്നിവർക്ക് ഓരോ വർഷവും എക്സാസെൽ അത്യാധുനിക ചികിത്സ ലഭിക്കുമെന്ന് NHS കണക്കാക്കുന്നു. രക്തക്കൊള്ളുകൾ തടയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനാജനകമായ അരിവാൾ കോശ പ്രതിസന്ധികളെ ചികിത്സയ്ക്ക് തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് എക്സാസെല്ലിനായുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ചികിത്സ സ്വീകരിച്ച 96.6% രോഗികളിലും വിജയകരമായ രോഗശമനമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. UK-യിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് വൈറ്റ്ഹാൾ നിരീക്ഷകരുടെ റിപ്പോർട്ട് പറയുന്നു. 4 വർഷത്തിനു ശേഷമാണ് നാഷണൽ ഓഡിറ്റ് ഓഫീസിന്റെ ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 12 സ്ത്രീകളിൽ ഒരാളെ ബാധിക്കുകയും അതിജീവിച്ചവർക്ക് ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായ ദോഷം വരുത്തുകയും ചെയ്യുമെന്നാണ് നിരീക്ഷക സംഘം കണ്ടെത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ വാതക വിതരണം പുനരാരംഭിക്കുന്നതിനെതിരെ പോളണ്ട് മുന്നറിയിപ്പ് നൽകി. റഷ്യയും ഉക്രൈനും സമാധാന കരാറിലെത്തിയാലും റഷ്യയിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്കുള്ള വാതക പ്രവാഹം ഒരിക്കലും പുനഃസ്ഥാപിക്കരുതെന്ന് പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രിച്ച് ദുഡ പറഞ്ഞു. 2022 മുതൽ ഉപയോഗിക്കാത്ത നോർഡ് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈനുകൾ പൊളിക്കണമെന്ന് ആൻഡ്രിച്ച് ദുഡ മാധ്യമങ്ങളോട് പറഞ്ഞു. ജർമ്മനിയെ പോലുള്ളവർ അവരുടെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ ഉയർത്താൻ റഷ്യൻ സപ്ലൈസ് പുനഃസ്ഥാപിക്കേണ്ടതില്ലെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. ഗാസയിൽ തടവിലായിരുന്ന 3 ഇസ്രയേലികളെയും 5 തായ് പൗരന്മാരെയും മോചിപ്പിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ വ്യാഴാഴ്ച 7 ബന്ദികളെയാണ് കൈമാറിയത്. ഇവരെ ഉച്ചയ്ക്ക് 1 മണിയോടെ കൈമാറിയതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഗാസയിൽ തടവിലാക്കപ്പെട്ട അവസാനത്തെ വനിതാ സൈനികയായ അകം ബർഗർ വടക്കൻ ഗാസയിൽ നിന്ന് നേരത്തെ മോചിതയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ ബന്ദികളുടെ ബന്ധുക്കളെ കണ്ടതിന് പിന്നാലെയായിരുന്നു മോചനം. ഗാസയിൽ ബന്ദികളുടെ മോചന വാർത്ത കേട്ടതിൽ സന്തോഷമുണ്ടെന്നും അവർക്ക് അവരുടെ കുടുംബങ്ങളുമായി എത്രയും വേഗം ഒത്തുചേരാൻ കഴിയട്ടെ എന്നും തായ്ലൻഡ് പ്രധാനമന്ത്രി പറഞ്ഞു. ഒക്ടോബർ 7-ന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ 5 തായ് ഫാം തൊഴിലാളികളെ 500 ദിവസത്തോളം ഗാസയിൽ തടവിലാക്കിയ ശേഷം വിട്ടയച്ചു. ആദ്യത്തെ ഇസ്രയേലി ബന്ദിയെ മോചിപ്പിച്ചതിനു ശേഷം 2 ഇസ്രയേലികൾക്കൊപ്പം അവരെ റെഡ് ക്രോസിന് കൈമാറി. 21 വയസ്സിന് താഴെയുള്ള യുവാക്കൾക്ക് തോക്ക് വിൽപ്പന നിരോധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് US കോടതി വിധിച്ചു. 2022-ൽ തോക്ക് അവകാശങ്ങൾ വിപുലീകരിച്ച US സുപ്രീം കോടതിയുടെ സുപ്രധാന തീരുമാനത്തെ തുടർന്നാണ് കൺസർവേറ്റീവ് ന്യൂ ഓർലിയൻസ് കോടതി വിധി വരുന്നത്. 18-നും 21-നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് കൈത്തോക്ക് വിൽപ്പന നിരോധിക്കുന്നത് 2ാം ഭേദഗതി ലംഘിക്കുന്നതായി US അപ്പീൽ കോടതി വ്യാഴാഴ്ച വിധിച്ചു. 2ാം ഭേദഗതിയിൽ 18 മുതൽ 20 വയസ്സുവരെ പ്രായമുള്ളവർ ഉൾപ്പെടുന്നതിനാൽ അവർക്ക് ആയുധം സൂക്ഷിക്കാനും ഉപയോഗിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് കോടതി വിധിയിൽ കൂട്ടിച്ചേർത്തു. കാനഡയും മെക്സിക്കോയും ശനിയാഴ്ച മുതൽ 25% വ്യാപാര താരിഫുകൾ നേരിടേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിയെ ഫെബ്രുവരി 1-ന് താരിഫ് എന്നറിയപ്പെടുന്ന 25% ബോർഡർ ടാക്സ് ഉപയോഗിച്ച് ബാധിക്കുമെന്ന തന്റെ ഭീഷണി തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇതിൽ ആ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനാ രൂപീകരണത്തിന്റെ ഭാഗമായ BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവരെ ഈ അവസരത്തിൽ ഓർക്കുന്നുവെന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞ രാഷ്ട്രപതി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. നികുതി ഭാരം കുറയ്ക്കുമെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പ്രഥമ പരിഗണന നൽകുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. വികസിത് ഭാരതത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യം. 3ാം മോദി സർക്കാർ 3 ഇരട്ടി വേഗത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജനയെ പ്രശംസിച്ച രാഷ്ട്രപതി ഭവനരഹിതരായവർക്ക് പദ്ധതി പ്രയോജനപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി. കിസാൻ പദ്ധതിയും ആയുഷ്മാൻ പദ്ധതിയും സർക്കാർ നടപ്പിലാക്കിയ മികച്ച പദ്ധതികളാണെന്നും
രാഷ്ട്രപതി പറഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വരാനിരിക്കുന്ന ബജറ്റ് പുത്തൻ ദിശയും ഊർജവും പകരും. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തേക്കുള്ളതാണ് ബജറ്റ് എന്ന് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപായി മാധ്യമങ്ങളെ കണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ചരിത്രപരമായ ബില്ലുകൾ ഈ സെക്ഷനിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മധ്യവർഗത്തെ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകുന്നതാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിനു വേണ്ടിയുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൽ സ്വീകരിക്കും. ഇന്ത്യയുടെ വളർച്ചയെ വേഗത്തിൽ നയിക്കുന്നതായിരിക്കും ഈ ബജറ്റ്. യുവാക്കളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതും സർക്കാരിന്റെ ദൗത്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും സർക്കാർ പ്രാധാന്യം നൽകും. സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം വേണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. മഹാകുംഭമേളയിൽ ഭക്തർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിൽ ചാരം വാരിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഭക്ഷണത്തിൽ ചാരം കലർത്തുന്നതായുള്ള വീഡിയോ വൈറലായതിനെ തുടർന്നാണ് സസ്പെൻഷൻ. സോറോൺ സ്റ്റേഷൻ ഇൻചാർജ് ബ്രിജേഷ് കുമാർ തിവാരിയെയാണ് സസ്പെൻഡ് ചെയ്തത്. വൈറലായ വീഡിയോയിൽ തിവാരി സ്റ്റൗവിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാരം കലർത്തുന്നത് വ്യക്തമാണ്. വീഡിയോ പകർത്തിയപ്പോൾ ഇത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ഗംഗാനഗർ DCPയെ ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു. പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ തിവാരി ചാരം വാരിയിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തിവാരിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ തിവാരി ചാരം വാരിയിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തിവാരിക്കെതിരെ നടപടി സ്വീകരിച്ചതായി ഗംഗാനഗർ DCP കുൽദീപ് സിംഗ് ഗുണാവത്ത് അറിയിച്ചു. ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്ത കാരക്കലിലെ 13 മത്സ്യത്തൊഴിലാളികളിൽ 6 പേർ മോചിതരായി. ലോക്കൽ പോലീസിന് കൈമാറിയ മത്സ്യത്തൊഴിലാളികളിൽ 6 പേരാണ് ചെന്നൈയിൽ തിരിച്ചെത്തിയത്. വെടിവയ്പിൽ പരിക്കേറ്റ 5 മത്സ്യത്തൊഴിലാളികൾ നിലവിൽ ശ്രീലങ്കയിലെ ചികിത്സയിലാണ്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇവരെ വെടിയുതിർത്ത് അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇന്ത്യ. മതിയായ രേഖകളില്ലാതെ എറണാകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ചിരുന്ന 27 ബംഗ്ലാദേശ് സ്വദേശികൾ പിടിയിൽ. പറവൂർ മുനമ്പം ഭാഗത്തുനിന്നാണ് ഇവരെ പിടികൂടിയത്. റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും തീവ്രവാദ വിരുദ്ധ സേനയും നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ 1 വർഷത്തിലേറെയായി ഇവർ താമസിച്ചു വരികയായിരുന്നു. കൂലിപ്പണി ചെയ്തായിരുന്നു ഇവർ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. പോലീസ് നടത്തിയ റെയ്ഡിൽ 50ഓളം പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പരിശോധനയിൽ ഇതിൽ 23 പേരെ ഇതര സംസ്ഥാന തൊഴിലാളികളായതിനാൽ വിട്ടയച്ചു. നെന്മാറയിലെ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകുമെന്നും ബികോമിന് പഠിക്കുന്ന അതുല്യയ്ക്ക് തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉറപ്പു നൽകി. കൂടാതെ ഗാന്ധിഗ്രാം പദ്ധതിയിൽ നിന്നും 50,000 രൂപ നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ കുട്ടികളെ ഏറ്റെടുക്കണമെന്ന് മന്ത്രി വീണ ജോർജിനോട് പറഞ്ഞിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അതേസമയം കുടുംബത്തിന് നേരെ ഭീഷണിയുണ്ടായിട്ടും ഗൗരവത്തിലെടുക്കാൻ പോലീസ് തയ്യാറാവാത്തത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കലോത്സവങ്ങളിലെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തിൽ പ്രതികരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കലോത്സവ വേദികൾ ഇങ്ങനെ മാറേണ്ടതല്ലെന്നും കലോത്സവങ്ങൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കേന്ദ്രമായി മാറേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. സംഘർഷങ്ങളിൽ സംഘാടകർക്കും പങ്കുണ്ട്. പരാതികൾ ഉയർന്നാൽ സംഘാടകർ ഇടപെട്ട് പരിഹരിക്കണമെന്നും ഊതിവീർപ്പിച്ച് വലുതാക്കരുതെന്നും മന്ത്രി ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. കൊച്ചി നഗരം കാത്തിരിക്കുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ കണക്ട് ചെയ്യുന്ന മെട്രോ 3ാം ഘട്ടത്തിന്റെ നടപടികൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തുടങ്ങി. ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി അങ്കമാലിയിലേക്ക് നീളുന്ന നിർദ്ദിഷ്ട പാതയ്ക്കുള്ള വിശദ പദ്ധതി രേഖ തയ്യാറാക്കാനായി കൺസൾട്ടൻസിയെ ക്ഷണിച്ച് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ പുറപ്പെടുവിച്ചു. DPR തയ്യാറാക്കലിനുള്ള സാമ്പത്തിക സഹായം സംബന്ധിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൽ നിന്ന് തത്വത്തിൽ അനുമതി ലഭിച്ചതോടെയാണ് DPR കൺസൾട്ടൻസിയെ നിയമിക്കുന്നത്. ആലുവ അങ്കമാലി 3ാം ഘട്ടത്തിന് 18 കിലോമീറ്ററാണ് നീളം. ആലുവയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി അങ്കമാലിയിലേക്ക് നീളുന്നതാണ് പാത. ആലുവയിൽ നിന്ന് ദേശീയപാത 544 എയർപോർട്ട് അങ്കമാലി റോഡിലൂടെ എയർപോർട്ടിലെത്തി MC റോഡിൽ പ്രവേശിച്ച് അങ്കമാലിയിൽ എത്തിച്ചേരുന്ന വിധത്തിലായിരിക്കും റൂട്ട്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: 1 പൗണ്ട് 107.68 ഇന്ത്യൻ രൂപ, $1 86.63 രൂപ, €1 90.04 രൂപ, 1 പൗണ്ട് 1.24 $. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിർണായക വിജയം സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. ചെന്നൈയിൻ FCക്കെതിരായ മത്സരത്തിൽ 1-3 ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. ചെന്നൈക്കെതിരായ വിജയത്തോടെ സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കയിൽ വാഷിംഗ്ടണിൽ യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച അപകടത്തിൽ മരിച്ച 40 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നദിയിൽ വീണത് 67 യാത്രക്കാർ. മരിച്ചവരിൽ 14 പേർ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങൾ. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. വാഷിംഗ്ടൺ DC വിമാന അപകടത്തിൽ എതിരാളികളായ ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ വിമാന സർവീസ് നിർത്തലാക്കാനുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി സമീക്ഷ UK. ഇന്നുവരെ ആളില്ലാത്തത് കാരണം ഒരു സർവീസ് പോലും മുടങ്ങിയിട്ടില്ല എന്നും എയർ ഇന്ത്യയെ ഓർമ്മിപ്പിച്ച് സമീക്ഷ UK. കടുത്ത ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ലിവർപൂൾ ബിഷപ്പ് മലയാളിയായ ജോൺ പെരുമ്പളത്ത് രാജിവെച്ചു. ആരോപണങ്ങൾക്കൊടുവിൽ മുതിർന്ന വൈദികർ ഉൾപ്പെടെ രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1 നവീകരണത്തിനായി അടച്ചിടും. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കുടുംബങ്ങൾ ഏപ്രിൽ മുതൽ വാർഷിക വാട്ടർ ബില്ലിൽ ശരാശരി £123 അധികം നൽകേണ്ടി വരുമെന്ന് കണക്കുകൾ. ശരാശരി വാർഷിക ബിൽ £603 ഉയരും. സിക്കിൾ സെൽ രോഗമുള്ളവർക്ക് ഒറ്റത്തവണ ജീൻ തെറാപ്പിയിലൂടെയുള്ള എക്സാസെൽ നിർണായക ചികിത്സ NHS-ൽ ഉപയോഗിക്കുന്നതിന് ആരോഗ്യവകുപ്പ് അംഗീകാരം. യൂറോപ്യൻ രാജ്യങ്ങളിൽ റഷ്യ വാതക വിതരണം പുനരാരംഭിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി പോളണ്ട്. കാനഡയും മെക്സിക്കോയും ശനിയാഴ്ച മുതൽ 25% വ്യാപാര താരിഫുകൾ നേരിടേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിവിധ പദ്ധതികളിൽ സർക്കാരിന് രാഷ്ട്രപതിയുടെ പ്രശംസ. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാകുംഭമേളയിൽ ഭക്തർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിൽ ചാരം വാരിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മതിയായ രേഖകളില്ലാതെ എറണാകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ചു വന്ന 27 ബംഗ്ലാദേശ് സ്വദേശികൾ പോലീസ് പിടിയിൽ. പറവൂർ മൂനമ്പം ഭാഗത്തു നിന്നാണ് ഇവരെ പിടികൂടിയത്. കൊച്ചി നഗരം കാത്തിരിക്കുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ കണക്ട് ചെയ്യുന്ന മെട്രോ 3ാം ഘട്ടത്തിന്റെ നടപടികൾ തുടങ്ങി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.